നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് രൂക്ഷമായതോടെ കെ.പി.സി.സി പുനഃസംഘടനാ ചർച്ചകൾ വഴിമുട്ടി. സുധാകരൻ സതീശൻ കൂടിക്കാഴ്ച നടന്നില്ല. സതീശൻ കോക്കസിനെതിരെ യോജിച്ച നീക്കവുമായി അതൃപ്ത വിഭാഗം നേതാക്കളും രംഗത്ത്. തുടർ നടപടിയിൽ എ.ഐ.സി.സി നേതൃത്വം നിലപാടെടുക്കാത്തതും ചർച്ചകൾക്ക് തടസ്സമായെന്നാണ് സൂചന. ഈ മാസം തന്നെ കെ.പി.സി.സി പുനഃസംഘടന പൂർത്തിയാക്കുകയായിരുന്നു എ.ഐ.സി.സി നേതൃത്വം ലക്ഷ്യമിട്ടിരുന്നത്. ഇതിനായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ചയും ആരംഭിച്ചു. പക്ഷേ സുധാകരനെ മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്കായി വി.ഡി. സതീശൻ നീക്കം ആരംഭിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. തനിക്കെതിരെയുള്ള നീക്കം മണത്ത സുധാകരൻ സ്ഥാനമൊഴിയില്ലെന്ന് വ്യക്തമാക്കി. മാത്രമല്ല, മുതിർന്ന നേതാക്കളടക്കം മുഴുവൻ പേരും സുധാകരനായി രംഗത്തെത്തി. കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരടക്കം മുഴുവൻ പേരുടെയും പിന്തുണ ഇക്കാര്യത്തിൽ സുധാകരനാണ്. മാത്രമല്ല, സതീശൻ കോക്കസിനെതിരെയുള്ള അതൃപ്ത വിഭാഗത്തിന്റെ യോജിച്ച നീക്കമായി ഇത് മാറുകയും ചെയ്തു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള നേതാക്കൾ ഇത് പരസ്യമായി പറഞ്ഞതും വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് തന്നെയാണ്. ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന് ഇപ്പോൾ സതീശനൊപ്പം ചേർന്ന ചിലർക്കെതിരെയുള്ള പ്രതിഷേധവും ഇതിന് പിന്നിലുണ്ട്. വിവാദങ്ങൾ പരസ്യമായതോടെ എ.ഐ.സി.സി നേതൃത്വവും ചർച്ചകളിൽ നിന്ന് പിന്മാറി. പരസ്പരമുള്ള തർക്കം കാരണം സുധാകരനും സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച പോലും ഇതുവരെ നടന്നിട്ടില്ല. കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമേ പുനഃസംഘടന സംബന്ധിച്ച തുടർ ചർച്ചകൾ ആരംഭിക്കൂവെന്നാണ് ലഭിക്കുന്ന വിവരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.